ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇങ്ങനെ ഈ വോയിസ് എടുക്കാനും ഒക്കെ ഉള്ളൊരു സമയം കിട്ടാത്തതാണ്. ഷൂട്ടിങ്ങൊക്കെ പിന്നെ അവധി ദിവസങ്ങളിലോ അല്ലെങ്കിൽ വന്നതിൻ്റെ ശേഷമൊക്കെ ആണെങ്കിൽ ഷൂട്ടിങ്ങൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇത് വോയിസ് എടുത്ത് അപ്ലോഡ് പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അതിന് പറ്റിയൊരു സാഹചര്യം എനിക്കങ്ങനെ പൊതുവേ കിട്ടൽ കുറവാണ്. അതുകൊണ്ടാട്ടോ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഇന്നൊരു അവധി ദിവസമാണ്. അപ്പോൾ ഒരു ഹോളിഡേ റീസെറ്റാണ് മെയിനായിട്ടും ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നല്ലൊരു മഴ പെയ്ത് മൊത്തത്തിൽ എന്താ പറയുക, ഭയങ്കര കുത്തിയൊലിച്ചൊരു മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ തുണിയൊക്കെ ഉണ്ട് വെയിൽ കൊള്ളാതെ നമ്മൾ ഇന്നലെ അലക്കിയതൊക്കെ തൽക്കാലം അകത്ത് തന്നെ വിരിച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ നല്ല വെയിൽ കാണുമ്പോൾ, ഒരു മഴയ്ക്ക് ശേഷം ഒരു വെയിൽ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ. ഇത്രയും ദിവസം വെയിലോ എന്നുള്ള എന്താ പറയുക, വെയിലിനെ കുറ്റം പറച്ചിൽ തന്നെയായിരുന്നു. അപ്പോൾ ഒരു മഴ കണ്ടപ്പോൾ ഫസ്റ്റ് നല്ല സന്തോഷമായിരുന്നു. പിന്നെ കുത്തിയൊലിച്ച മഴ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായി. അങ്ങനെ ഇപ്പോൾ വെയിൽ കണ്ടപ്പോഴാണ് വെയിലിൻ്റെ ഒരു വില മനസ്സിലായത്, ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ഞാനിന്ന് കുറച്ച് റിലാക്സ് ആയിട്ടാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഇന്ന് എല്ലാവരും വീട്ടിലുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്തായിരുന്നു ചെയ്തത്, നമ്മളെ കുറച്ച് തുണി ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി അലക്കി വെച്ചത് ഒക്കെ ഒന്ന് പുറത്ത് വെയിൽ കണ്ടപ്പോൾ കൊണ്ടുപോയി പുറത്തിട്ടു. പിന്നെ ബെഡൊക്കെ ഒന്ന് മേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ 3 പേരും ഗസ്റ്റ് റൂമിലായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ റൂം മാത്രമാണ് അലമ്പായത്. മറ്റേതാണെങ്കിൽ 2 റൂം ക്ലീൻ ചെയ്യണ്ടേ, 2 റൂം കിടക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ റൂമിലായിരുന്നു കേട്ടോ കിടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ റൂം ഭയങ്കര അലമ്പായിട്ടുണ്ടായിരുന്നു. ഡെയിലി ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കും. അങ്ങനെയാണെങ്കിലും ഡീറ്റെയിൽ ആയിട്ടൊരു പിക്കപ്പിനൊന്നും സമയം കിട്ടലില്ല. ഒരു 7:30 മുന്നേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങലുണ്ട്. അതുകൊണ്ട് അത്രയും സമയം കിട്ടുള്ളൂ. പിന്നെ രാവിലെ കുറേ നേരത്തെയൊന്നും ഞാൻ എണീക്കലും ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ റൂമൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഡെയിലി ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ബാക്കി അവധിയുള്ള ദിവസങ്ങളിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്താൽ മതിയാവുമല്ലോ. ഇത് നമ്മൾ ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോൾ യൂസ് ചെയ്യുന്ന പ്രെയർ ഡ്രസ്സാണ്. അപ്പോൾ ഇത് മുന്നേ ആരോ വന്ന സമയത്ത് യൂസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ നല്ലോണം മടക്കി എടുത്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അത് ഇപ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ ഒരു വീക്ക് മുന്നേ ഇവിടെ ആരോ വന്ന സമയത്ത് യൂസ് ചെയ്തതാണ്. അപ്പം ഞാനതൊക്കെ ഒന്ന് എടുത്ത് മടക്കി റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ വീക്കിലും നമുക്ക് വീക്ക് ഓഫ് വരുമല്ലോ. വീക്ക് ഓഫും പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും അവധികളോ പിന്നെ നമുക്ക് സിക്ക് ലീവും ക്യാഷ്വൽ ലീവും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ലീവ് കിട്ടുന്ന ദിവസങ്ങളിൽ മൊത്തത്തിലൊരു റീസെറ്റ് എന്തായാലും ഞാൻ ചെയ്യലുണ്ട്. മെയിനായിട്ട് ഞാൻ ഈ കുക്കിങ്ങും കാര്യങ്ങളും പ്രെപ്പ് ചെയ്യുന്നതിനേക്കാളും വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും, എനിക്ക് അതിലോട്ടാണ് കുറച്ച് കൂടുതൽ ഫോക്കസ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ റീസെറ്റ് കാര്യമായിട്ട് ചെയ്യും. അപ്പോൾ നമ്മളീ പോയി തുടങ്ങിയാൽ പിന്നെ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ഒരു മടിയൊന്നും ഫീൽ ചെയ്യില്ല. വീട്ടിലിരിക്കുമ്പോൾ എന്താ പറയുക, ഈ പണിയൊക്കെ എടുക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റാണ് ഫീൽ ചെയ്യുക. അത് പോകുന്നവർക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാവും അല്ലേ. നമ്മളെ വീട്ടിൽ പ്രത്യേകിച്ച് അധികം പണിയൊന്നും എടുക്കാതെ നമുക്കങ്ങനെ പണിയൊക്കെ ചെയ്യാനൊരു ചാൻസ് കിട്ടുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ 1 മണിക്കൂറൊക്കെ എടുത്തിട്ട് മൊത്തത്തിൽ റീസെറ്റ് ചെയ്യാണ് ചെയ്യുക. ഒരു റൂം ചെയ്യുമ്പോൾ ആ റൂമിൽ ബെഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ തന്നെ വൃത്തിയാക്കും. പറ്റുമെന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യും. ആ റൂമിലെ അലമാര വൃത്തിയാക്കും. വേറെ എന്തെങ്കിലുമൊക്കെ അടുക്കി പെറുക്കി വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ വെക്കും. ആ റൂമിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഏരിയകളും ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യും കേട്ടോ. ഫിസുവിൻ്റെ സ്പെക്സും എൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി എടുത്തപ്പോൾ ഈ റൂമിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ അലമാരയിലും പറഞ്ഞതുപോലെ ആ പ്രെയർ ഡ്രസ്സൊക്കെ വെക്കുന്ന ഒരു ഷെൽഫ് മാത്രമേ ഉള്ളായിരുന്നു, കുറച്ച് അലമ്പ്. അപ്പോൾ അതൊക്കെ ചെയ്തു. അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് എയർ ഫ്രഷ്നർ അടിച്ചിട്ടേക്കാം. അത്ര അടിപൊളി സ്മെല്ലും അല്ല, പിന്നെ ഇത് എയർ ഫ്രഷ്നർ അടിക്കുന്ന അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുമല്ലോ. പക്ഷേ ഞാൻ പിന്നെ എന്തായാലും ഞാൻ ക്ലീൻ ആക്കിയപ്പോൾ എയർ ഫ്രഷ്നർ അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തൊന്ന് അടിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഇനി ഇതിൻ്റെ വലിയൊരു ഫാനൊന്നുമല്ല, എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ക്ലോത്ത്സൊക്കെ എടുത്തിട്ട് ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. ഞാനിത് ഡെയിലി ബേസിൽ ചെയ്യലില്ല കേട്ടോ. അപ്പം ലോണ്ട്രി കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ നോക്കലില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ അവധിയുള്ള ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോണ്ട്രി ചെയ്യലാണ് കൂടുതലും. ഇക്ക തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ ഞാൻ അവിടെ എൻ്റെ കുറച്ച് മുടിയൊക്കെ വീണെടുക്കുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വാക്യൂം ഒക്കെ ചെയ്ത് ആ റൂമിൽ നമ്മളെ ഉപയോഗിക്കാത്തതുകൊണ്ട് മീൻസ് കിടക്കാത്തതുകൊണ്ട് അവിടെ ഒന്നും അലമ്പുണ്ടായിരുന്നില്ല. അലമാരയൊക്കെ സെറ്റായിരുന്നു. അലമാരയുള്ള തുണികളൊക്കെ പുറത്താണ്, അതുകൊണ്ട് അലമാര സെറ്റായിരുന്നു കേട്ടോ. കുറേ അലക്കിയത് വിരിക്കാനും അലക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ലോണ്ട്രി കുറച്ചൊരു പെൻഡിങ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെതൊക്കെ.
പിന്നെ അത്രയും പണിയൊക്കെ കഴിഞ്ഞേരം നമ്മൾ പിന്നെ ഫുഡ് ആക്കുകയാണ്. കിച്ചണൊക്കെ ഓൾറെഡി തലേന്ന് ഭയങ്കര അലമ്പൊന്നും ഇല്ല, അത്യാവശ്യം ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പത്തിരിയാണ്, ഇന്നലത്തെ കറിയുണ്ട്, ഇന്നലത്തെ ചിക്കൻ കറി രാത്രി ഉണ്ടാക്കി. അപ്പോൾ അത് ഞങ്ങൾ പെട്ടെന്ന് പത്തിരിയൊക്കെ ഉണ്ടാക്കി. ഞാൻ രാവിലെ തന്നെ കുറച്ച് സ്ലോ ആയിട്ടാണ് കേട്ടോ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ കുറച്ച് ലേറ്റാണ്. അപ്പോൾ ബാക്കി വീടിൻ്റെ എല്ലാ ഏരിയ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് കിച്ചണിലേക്ക് വരുന്നത്. ഇനി നമുക്ക് മെയിനായിട്ടുള്ളത് നമ്മളൊന്ന് വെയിലത്തിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ച തുണികളൊക്കെ അല്ലേ, അതൊക്കെ എടുക്കണം. ഇപ്പോൾ ഇട്ട തുണികളൊക്കെ എടുത്ത് വിരിക്കണം അങ്ങനെ. അപ്പോൾ കിച്ചണിൽ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും പുറത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ തുണിയൊക്കെ ഈ വെയിലുള്ള ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര ഒരു ആവേശമല്ലേ, അതായത് മഴൻ്റെ ഇടയിൽ വെയിൽ വരുമ്പോൾ തുണിയൊക്കെ അലക്കാനും ഉണക്കാനൊക്കെ ഭയങ്കര ആവേശമല്ലേ, അങ്ങനെ ചെയ്തു. പിന്നെ ഫിസുവിൻ്റെത് മടക്കി വെക്കാൻ നോക്കുമ്പോൾ ഓൻ്റെ ഓർഗനൈസർ കുറച്ച് അലമ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ വീക്കിലും നിർബന്ധമായിട്ടും ചെയ്യുന്നതാണ്. ഞാൻ അധികവും അവധി ദിവസങ്ങളിൽ ആ വീഡിയോ എടുക്കുന്നത്, അങ്ങനത്തെ ദിവസമൊക്കെ ഞാനിത് ചെയ്യലുണ്ട്, ഇതിൽ കാണിക്കലുണ്ട് അല്ലേ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഓൻ എപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ എല്ലാം ഒരു 4-5 എണ്ണം വീതം ഞാൻ ഇതിൽ വെച്ച് കൊടുക്കലാണ്. അപ്പോൾ എന്താ പറയുക, ഇതിലുള്ള ഒരു ബോക്സിൽ ഈ ഇവർ യൂസ് ചെയ്യുന്ന ബെൽറ്റ്, ഇന്നേഴ്സ്, അങ്ങനെ മിസലാന സംഭവങ്ങളുണ്ടാവില്ലേ, അതെല്ലാം കൂടി ഞാൻ ഒന്നിലാണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ പുറത്ത് പോകുന്ന സമയത്തല്ലേ കൂടുതലും യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഡ്രോയർ മാത്രം തുറന്നാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു മാസ്ക്കാണ്, അതൊരു ഓർമ്മക്ക് വെച്ചതാണ് കേട്ടോ. കൊറോണ കാലത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അന്ന് ഉപയോഗിച്ചൊരു മാസ്ക്കാണ്. അപ്പോൾ അത് വെച്ചതാണ്. അത് പിന്നെ ഞാൻ അതിൽ തന്നെയാണ് വെക്കൽ. അപ്പോൾ ഇതെല്ലാം കുറേ എണ്ണമൊന്നും ഞാൻ കൊടുക്കലില്ല. ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഓനൊരാഴ്ചത്തേക്കൊക്കെ സുഖമായിട്ട് എപ്പം നോക്കുന്ന സമയത്ത്, ഇവിടെ ഇപ്പം 2 ദിവസം അലക്കിയില്ല എന്നുണ്ടെങ്കിൽ ഓൻ്റെ സാധനങ്ങളൊക്കെ ഓന് വിചാരിക്കുന്ന സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കുറച്ചെണ്ണം ഞാൻ അതിൽ വെച്ച് കൊടുക്കലാണ്. പിന്നെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ ഓപ്പണിങ് ആവാറായില്ലേ, അപ്പോഴേക്ക് കുറച്ച് ഡീക്ലട്ടറിങ് ചെയ്യാണ്ട്. കഴിഞ്ഞ വർഷത്തെ ബുക്സൊന്നും എടുത്ത് മാറ്റിയില്ല. എനിക്കിത് ഇങ്ങനെ കാണുന്ന സമയത്തേ, ഇപ്പം അടുത്താണ് കഴിഞ്ഞ വർഷത്തെ, ഇതിന് മുന്നത്തെ വർഷത്തെ ബുക്സൊക്കെ എടുത്ത് മാറ്റിയത് റീസെൻ്റ്ലി ആയിട്ടാണ് തോന്നുന്നത്. എത്ര പെട്ടെന്നല്ലേ ഓരോ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. ഓന് രാവിലെ തന്നെ സ്പൈഡർ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ നല്ല കളിയിലാണ്. ഇന്നിപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെയാണ് ആൾ. പിന്നെ ഇതിൽ സാധാരണ ഞാനിത് ചെയ്യുമ്പോൾ ഓനെയും കൂട്ടലുണ്ട്, ഇങ്ങനെ ഓൻ്റെ ഡ്രസ്സൊക്കെ ഓൻ്റെ ക്ലോത്ത്സൊക്കെ മടക്കി വെക്കാനൊക്കെ ആയിട്ട്. ഇന്ന് പിന്നെ ഞാൻ ഓനൊന്നും കൂട്ടിയില്ല, ഞാൻ തന്നെ അങ്ങനെ ജസ്റ്റ് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ബാക്കി അലക്കിയ തുണികളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിലും നമ്മൾ ഇത് എല്ലാ ഏരിയകളും ഒന്ന് മൊത്തത്തിൽ റീസെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ വരുന്ന ഒരാഴ്ചത്തേക്ക് നമുക്ക് വലിയ പണി ഉണ്ടാവില്ല, കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവൻ്റെ റൂമിൽ ഇനി വേറെ ഒന്നുമില്ല. അവൻ്റെ ബുക്സ്, ഈ സ്കൂളിലെ ബുക്സും കാര്യങ്ങളൊക്കെ ഒരു സെറ്റായിട്ട് അടുക്കി ഒരു സൈഡിൽ വെച്ചതാണ്, വാരി വലിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റാനാണ് ഇനി ഉള്ളത്. ബാക്കി ബുക്സും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അവിടെയും വലിയ പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും സെറ്റായി. അങ്ങനെ ഓരോ ഏരിയ ആയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഫിസു ഹെൽപ്പ് ചെയ്യാണ്. ഉണ്ടല്ലോ, ഈ റൂമിൽ നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് അവിടെ ഭയങ്കര കച്ചറയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചില ദിവസങ്ങളിൽ ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് അങ്ങനെയായിരുന്നു. ഇപ്പം ഞങ്ങൾ ഓരോരുത്തരുടെ റൂം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 റൂമും ക്ലീൻ ചെയ്യേണ്ട ഒരു പണി ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഈ ഓർഗനൈസർ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങണ്ടേന്ന് ആലോചിക്കുന്നവരുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചോളൂ കേട്ടോ. അത്രയും വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഞാൻ വെയിലത്തിട്ട് ഉണക്കിയെടുത്ത എൻ്റെ കുറച്ച് ക്ലോത്ത്സ് ഉണ്ട്, അത് കൊണ്ടുപോയി മടക്കി വെക്കാനുണ്ട്. ഞാൻ കൂടുതലും ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സുകൾ, നമുക്ക് ഡ്രസ്സെന്നേ പറയാൻ കിട്ടുള്ളൂ, ക്ലോത്ത്സ് അല്ലേ, നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ക്ലോത്ത്സൊക്കെ ഞാനിങ്ങനെ മടക്കി സെറ്റാക്കി പ്ലാൻ ചെയ്ത് വെക്കലുണ്ട്. അതല്ലാതെ ഓരോ ദിവസവും നാളെ എന്ത് ഇടുമെന്ന് ആലോചിച്ചാൽ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആവും കേട്ടോ. എനിക്ക് ഒരു വലിയൊരു ഐഡിയ കിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഏകദേശം ഒരാഴ്ചത്തേക്കുള്ളത് ആ ഒരു വീക്ക് ഓഫിൻ്റെ ദിവസം എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കും. അപ്പോൾ അതിലോട്ടുള്ള പാൻറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും. പിന്നെ തലേന്നും ആലോചിക്കേണ്ട അന്നും ആലോചിക്കേണ്ട, ഓരോന്നങ്ങ് എടുത്താൽ മതിയല്ലോ. പിന്നെ എനിക്ക് തേഴ്സ്ഡേ ആണ് കേട്ടോ വീക്ക് ഓഫ് വരുന്നത്. അപ്പോൾ ഇന്ന് ഒരു തേഴ്സ്ഡേ ആണ്. അപ്പോൾ ഞാനിതൊരു വോയിസ് ഓവർ എടുക്കുന്ന ഒരു വീക്ക് ഓഫ് ഡേയിലാണ് കേട്ടോ. അപ്പോൾ ഇത് മുന്നത്തെ വീക്കിലെടുത്ത വീഡിയോ ആണ്, അന്ന് വോയിസ് ഓവർ എടുക്കാൻ പറ്റാത്തതായിരുന്നു.
പിന്നെ നമ്മുടെ അടുത്ത റീസെറ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ നമുക്ക് ഈ ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ എന്താ പത്തിരിപ്പൊടിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചെറിയ പാത്രത്തിലാക്കി മേലെ വെച്ചാണ് മുന്നേ അങ്ങനെ ചെയ്യലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതൊക്കെ നിർത്തിയതായിരുന്നു. അപ്പോൾ ഇപ്പോൾ പിന്നെയും ഞാൻ അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ആകുമ്പോൾ എടുക്കാനൊക്കെയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പത്തിരിയാണ് മെയിനായിട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഇന്ന് കുറച്ചൊരു കുക്കിങ്ങിനുള്ള മൂഡുള്ളത് കൊണ്ട് കുറച്ച് കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അമ്മായി കുറച്ച് ചക്ക കൊണ്ട് തന്നേനു കേട്ടോ. ചക്ക റെഡിയാക്കി അങ്ങനെ നല്ല പഴുത്ത ചക്ക ഉണ്ടാവില്ലേ, അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു എന്താ പറയുക അട പോലെ ഉണ്ടാക്കുകയാണ്. ചക്കയും കുറച്ച് പുട്ടുപൊടി, തേങ്ങ, ശർക്കര ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മൾ ഈ കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടാവില്ലേ അത് നോക്കിയിട്ട് എന്താ ഒരു മാവ് റെഡിയാക്കി മറ്റേ ഒരു ലീഫ് ഉണ്ടാവില്ലേ അതില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് വാഴൻ്റെ ഇലയിൽ വെച്ചിട്ട് അങ്ങനെ ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇന്ന് ലഞ്ചിന് ആ ഒരു ചക്കൻ്റെ കുരു ഉണ്ടായിരുന്നു. ആ ചക്ക മീൻസ് നല്ല പഴുത്ത ചക്കയായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ കൊണ്ട് തന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഇരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കുരു ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുരു പരിപ്പ് ഇട്ടിട്ട് കറി വെക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒന്നും റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല, കാരണം നല്ല പരിപ്പ് ചക്കക്കുരു കറി അങ്ങനെ അടിപൊളി കറിയോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. എനിക്ക് തോന്നിയ പോലെ ജസ്റ്റ് വേവിച്ചിട്ട് കുറച്ച് തേങ്ങ ജീരകം വലിയ ജീരകം ചേർത്ത് അരച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ട്. ഇപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രൈയും ചെയ്തു. ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ല മഴയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആയിന്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. വലിയ പ്ലേറ്റ് ആയതുകൊണ്ട് എത്ര കൂടുതൽ ചോറെടുത്താലും കുറച്ചാണെന്ന് തോന്നുന്നുള്ളൂ അല്ലേ. ഇപ്പോൾ ഇഷ്ടംപോലെ കറികളൊക്കെയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും ചെറുപ്പത്തിലൊക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു പരിപ്പ് ചക്കക്കുരു ഇട്ട് വെച്ച കറിയില്ലേ അതിൻ്റെ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചിലപ്പോൾ അതിലെന്തെങ്കിലും കൂട്ടുകളോ കാര്യങ്ങളോ കുറവോ കൂടുതലോ എന്തെങ്കിലും ഉണ്ടാകാൻ മതിയോ എനിക്കറിയില്ല. പിന്നെ ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി അടിപൊളിയായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഇപ്പം ഞാൻ വെക്കുന്ന ചിക്കൻ കറി കേൾക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ആ തോരൻ ഇന്നലത്തെ തോരനാണ് കേട്ടോ. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് എല്ലാം സെറ്റായി. ഇനി ഇനി കുറച്ച് സമയം കിടക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കൊരു മഴയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ ഉച്ചയ്ക്ക് നല്ല വെയിലായിരുന്നു. അപ്പോൾ പിന്നെ ഫ്രഷായി കുറച്ച് നേരമൊക്കെ കിടന്നു. പിന്നെ ആഫ്റ്റർനൂൺ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇപ്പോൾ ഞാനിപ്പോൾ വർക്കിന് കയറിയതിൻ്റെ ശേഷം എനിക്ക് വീട്ടിലിങ്ങനെ ചടച്ച് കുത്തിരിക്കാൻ ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് ഓക്കെ ആണെങ്കിലും കുറേ സമയം എനിക്കങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തോ പോലെയാവും കേട്ടോ. ഇന്നത്തെ ഡേ ഇപ്പോൾ തീരുവാണല്ലോ, അങ്ങനെ വേസ്റ്റായി വേസ്റ്റഡ് എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ നമ്മൾ പുറത്ത് പോയത് നമ്മൾ ഒരു വാഷ്റൂമിലേക്ക് കുറച്ച് ഫിറ്റിങ്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി പോയതായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഫുൾ സ്പൈഡർ സ്യൂട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് റെഡിയായിട്ട് ഇക്കാൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ 7:30 പോകും. പിന്നെ തിരിച്ച് രാത്രി എത്തുന്ന ഈ രാത്രിയും ആ സമയമൊക്കെ ആവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പോകാനൊന്നും എനിക്ക് സമയം കിട്ടലില്ല. അങ്ങനെ രാത്രി ഇക്കാൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉമ്മ അപ്പം ചൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ഫുഡൊക്കെ അവിടുന്ന് കഴിച്ചേരാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് ക്വാളിറ്റി ടൈം എല്ലാവരെയും കൂടെയൊക്കെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു. അവിടെ സിസ്റ്ററും ഒരു കുട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോരാൻ വേണ്ടി നോക്കുകയാണ്. നാളെ പോകണമല്ലോ. ഈ അവധി ദിവസങ്ങളിൽ നമുക്ക് നെക്സ്റ്റ് ഡേ പോകാൻ ഭയങ്കര മടിയാവൂലേ. എന്തായാലും അങ്ങനെ നമ്മൾ ഡെയിലി പോവുകയാണെങ്കിൽ നല്ല ആവേശമായിരിക്കും രാവിലെ പോകാനൊക്കെ. പക്ഷേ ഒരു ദിവസം ലീവായാൽ പിന്നെ പോകാൻ നല്ല മടിയായിരിക്കും. അപ്പോൾ ആ മടിയൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ട്. ഡിവൈസുകളും കാര്യങ്ങളും എല്ലായിടത്തും ബാഗിൽ സെറ്റാക്കി വെക്കുകയാണ്. ഡ്രസ്സൊക്കെ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചായതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല. പിന്നെ ബാഗൊന്നും അങ്ങ് പാക്ക് ചെയ്ത് വെക്കുകയാണ്. ബാഗിൽ നമ്മളെ എല്ലാ സാമഗ്രികളും പണിയായുധങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ പൈസയൊക്കെ എടുത്ത് വെക്കും. ചിലപ്പോൾ രാവിലെ പൈസ എടുക്കാനൊക്കെ മറന്നുപോയാലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഞാൻ ചെറിയൊരു എമൗണ്ട്, ഇപ്പം നമ്മൾ ബസ്സിനൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ ചെറിയൊരു എമൗണ്ട് എപ്പോഴും സ്റ്റോക്ക് വെക്കലുണ്ട്. എന്നിട്ട് എടുത്തൊക്കെ വെച്ച് എല്ലാ പരിപാടികളും കഴിഞ്ഞൊന്നും ഇപ്പോൾ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചു തന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കുന്ന പണിയൊന്നുമില്ല. അപ്പം ഞാൻ നമ്മുടെ മോയ്സ്ചറൈസറും അതുപോലെ അലോവേര ജെല്ലും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് ഫേസിലും കയ്യിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്തു. എത്ര തിരക്കാണെങ്കിലും ടയേർഡാണെങ്കിലും ഒക്കെ ഞാനത് ചെയ്യലുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. മാത്രമല്ല നമ്മുടെ സ്കിന്നൊക്കെ
അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു വീക്ക് ഓഫ് ഡേയും അതിൽ കുറച്ച് റീസെറ്റും കാര്യങ്ങളൊക്കെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ കമൻറ്റ്സ് കാണുമ്പോഴാണ് പിന്നെയും വീഡിയോ ഇടാൻ നമുക്കൊരു മോട്ടിവേഷൻ വരുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.